ശോമിശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. കുരിശും സഹനവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഇതിൻ്റെ പരിശുദ്ധാത്മാവ് പങ്കുവെക്കാനായിട്ട് പ്രേരണ തരുന്നത്. സഹനശക്തി ലഭിക്കാനുള്ള 3 വചനങ്ങളും ലാസ്റ്റ് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ വചനങ്ങൾ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നോയമ്പ് കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. പലരും പറയുന്നുണ്ട് ഇതുവരെ ഇല്ലാത്ത പരീക്ഷണവും പ്രലോഭനവും സഹനവും. എന്താ ബ്രദറെ എന്ന് പറയും. കുരിശിൽ മരിച്ചവനെ, കുരിശാലെ വിജയം വരിച്ചവനെ, മിഴിനീരൊഴുക്കി അങ്ങേ കുരിശിൻ്റെ വഴിയേ വരുന്നു ഞങ്ങൾ. അത് ഭയങ്കര എളുപ്പം അല്ലേ? കുരിശിൻ്റെ വഴിയൊക്കെ പാടും, മനോഹരമായിട്ട് പാടും. നമ്മൾ പറയും കുരിശ് ചുമന്ന് സഹിച്ച തളർന്ന യേശുവിനെ, കുരിശ് ചുമന്ന് സഹായിച്ച ശിമയോനെ പോലെ ഇതാ ഞാനും യേശുവിനെ ഈ രൂപത്തിൽ കാണുകയാണെങ്കിൽ കുരിശ് വഹിച്ച് സഹായിച്ചേനെ എന്ന്. വരട്ടെ കർത്താവ് എന്താ പറയുന്നത് നോക്കാം. മത്തായി സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. Deny yourself, destroy yourself and carry your cross and follow me. ആരുടെ ക്രോസ്? യേശുവിൻ്റെ ക്രോസ്, യേശുവിൻ്റെ കുരിശ്. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്, പാടിയത് എന്താണ്? കുരിശിൽ മരിച്ചവനെ, കുരിശാലെ വിജയം വരിച്ചവനെ, മിഴിനീരൊഴുക്കി അങ്ങേ കുരിശിൻ്റെ വഴിയെ വരുന്നു ഞങ്ങൾ. വളരെ നല്ല പ്രാർത്ഥനയാണ് കേട്ടോ. ദണ്ഡവിമോചന പ്രാർത്ഥന തിരുസഭ നമുക്ക് തരുന്ന നല്ലൊരു ദണ്ഡവിമോചന പ്രാർത്ഥനയാണ്. കാലത്തിനടുത്ത ശിക്ഷയെ, പീഡനങ്ങളെല്ലാം ഇളവ് ചെയ്ത് തരാനുള്ള കഴിവ് കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചാൽ, വ്യക്തിപരമായോ കൂട്ടായോ പ്രാർത്ഥിച്ചാൽ കാലത്തിൻ്റെ അടുത്ത ശിക്ഷകൾ അതെല്ലാം ഇളവ് ചെയ്ത് ദണ്ഡവിമോചനം ലഭിക്കും. നല്ല കാര്യം തന്നെ. പക്ഷെ ഈശോ ഇന്ന് നമ്മളെ വിളിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ജീവിത കുരിശുകൾ വഹിച്ചുകൊണ്ട്, ഇങ്ങനെ ഒരു പാട്ടിലുണ്ട്, ജീവിത ക്രൂശു കണ്ടു ഭയം മുഖം പൊത്തി ഞാൻ കരയവേ, തിരുമുഖമെന്നുള്ളിൽ തെളിഞ്ഞു യേശുവിൻ തിരുമൊഴികൾ കാതിൽ പതിഞ്ഞു, കുരിശേന്തിയ നാഥൻ തിരുമുറിവുകൾ കാട്ടി മകനെയും എന്നെ വിളിച്ചു. എത്ര കൊടുത്തിട്ടും വിളിച്ചത് മകനെ മകളെ എന്നാണ്. തിരുമുറിവുകൾ കാട്ടി. ഇതാ ഉയർത്തെഴുന്നേറ്റ യേശു ബാക്കി വെച്ച ആ മുറിവുകൾ എന്നോടും നിങ്ങളോടുമുള്ള ആ സ്നേഹമാണ് വിളിച്ചു പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും കുരിശുകളുണ്ട്. പക്ഷെ കുരിശുണ്ടെങ്കിലേ കിരീടമുള്ളൂ എന്ന് പലരും തിരിച്ചറിയാല. കുരിശും സഹനവും വരുമ്പോൾ വിശ്വാസവും സഭയും എല്ലാത്തിനെയും തള്ളിപ്പറഞ്ഞ് ഓട്ടത്തോടോട്ടമാണ്. പിന്നെ പ്രാർത്ഥനയില്ല, കുർബാനയില്ല. എൻ്റെ അമ്മോ, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്കിത് കിട്ടിയല്ലോ. കഴിഞ്ഞ ദിവസം ഈ ഫെബ്രുവരി മാസം 17-ാം തീയതി എൻ്റെ മൂത്ത മകളുടെ ഭർത്താവ് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ആ മകൻ നാട്ടിൽ ലീവിന് വരാറായി ഇരിക്കുകയാണ്. ഇതാ മരണമെന്ന ആ വിനാഴികയിലൂടെ കടന്നുപോയി. ആള് നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ ചലനമറ്റ ശരീരമാണ് കഴിഞ്ഞ 17-ാം തീയതി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഞങ്ങൾ ഏറ്റുവാങ്ങിയത്. പലരും വിചാരിച്ചു ഇതോടെ ബ്രദറിൻ്റെ വിശ്വാസവും പോയി, സുവിശേഷവും പോയി, അല്ലെങ്കിൽ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട്. പ്രഭാഷകൻ 39:17 പറയുന്നു, ഇത് എന്തുകൊണ്ട് എന്നിങ്ങനെ ഒരിക്കലും ചോദിക്കരുത്, ഓരോന്നും യഥാകാലം വെളിപ്പെടും. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും പോവും, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും പോവും. ഇന്ന് ഞാൻ നാളെ എന്നാണ് ആരെയാണ് വിളിക്കുന്നതെന്നൊന്നും അറിയില്ല. അതിന് ദൈവത്തോട് വഴക്കിട്ടോ വെല്ലുവിളിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സത്യമായിട്ടും കടന്നു വരുന്ന അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യമാണ് മരണം എന്നത്. അതിനാൽ എപ്പോഴും നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ തരത്തിലുള്ള കുരിശുകളുണ്ട്. ആനയ്ക്ക് തടി ഭാരം, ഉറുമ്പിന്
അരിഭാരം. ഇതാ ഓരോരുത്തർക്കും താങ്ങാൻ പറ്റിയ ഓരോ തരം കുരിശുകൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ജീവിതത്തിലെല്ലാം തീർന്നെന്നും പറഞ്ഞ് ഇന്നലെ രാത്രി ഒരു സഹോദരൻ വിദേശത്ത് നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഫോണിലൂടെ വിളിച്ചപ്പോൾ പറഞ്ഞതാ, എന്താ ബ്രദർ ചെയ്തു, ഒന്ന് തീരുമ്പോൾ ഒന്ന്, ഒരു 10 പൈസ സേവിങ് വെക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോഴേക്കും അടുത്ത കാര്യം ഉണ്ടാവും. ഞാനൊന്ന് കുടിച്ചാൽ വലിച്ചാൽ ഒന്നും കളയുന്നില്ല, പക്ഷെ 18 വർഷമായി ജോലി എടുക്കുന്നു, എനിക്കൊന്നും ഒരു സേവിങ് ഇല്ല, ആകെ ഒരു വീട് മാത്രം ഉണ്ടാക്കാൻ പറ്റി, അതെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയില്ലേ, വിദേശത്തൊരു ജോലിയില്ലേ, കിട്ടിയ അനുഗ്രഹങ്ങൾ, അത് ആ ഭാര്യയും 2 മക്കളും ഇല്ലേ, ഇത്രയും വർഷമായിട്ട് കിടന്ന് കഷ്ടപ്പാടല്ലാതെ കല്യാണം നടക്കാത്ത എത്രയോ പേരുണ്ട്, ഇനി കല്യാണം നടന്നിട്ട് മക്കളില്ലാത്ത എത്രയോ പേരുണ്ട്, ഇതാ നിത്യരോഗികളായി പിറന്ന കുഞ്ഞുങ്ങളുള്ള എത്രയോ മാതാപിതാക്കളുണ്ട്, ജോലി ഇടയ്ക്ക് അപകടം സംഭവിച്ച് എന്നേക്കുമായിട്ട് ജോലി ചെയ്യാൻ പറ്റാതെ ആയിപ്പോയവരും മരണത്തിലൂടെ കടന്നുപോയവർ എത്രയോ പേരുണ്ട്. അതിനെല്ലാം ഓർത്ത് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ബ്രദറെ ഇപ്പോൾ ബ്രദറിനോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മനസ്സിന് ഒരു സമാധാനമൊക്കെ ഉണ്ട്, ഭാരമൊക്കെ ഇത്തിരി ഇറങ്ങിയ പോലെ, എല്ലാം നെഗറ്റീവായിട്ട് മാത്രമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇന്നലെ ഞാൻ പൂനമാവിനടുത്തുള്ള കൊങ്ങോർപെട്ടിയിൽ ചാരിറ്റി സിസ്റ്റേഴ്സിൻ്റെ ആ കോൺവെന്റിൽ നടക്കുന്ന ബ്രദർ നിക്സൺ നയിക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വചനം പങ്കിട്ട് രോഗശാന്തി പ്രാർത്ഥനയൊക്കെ നടത്തി വന്നു. അപ്പോൾ എന്നോട് ബ്രദർ നിക്സൺ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ശുശ്രൂഷയിൽ വരുന്നത്, സാധിക്കുമെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമോ? ഞാൻ പറഞ്ഞു ഓക്കെ ഷുവർ. അങ്ങനെ നിക്സന്റെ വീട്ടിലേക്ക് വന്നു. അവിടെ പിടിച്ച് നടക്കുന്ന പ്രായമായ അമ്മച്ചിയുണ്ട്, നിക്സൺ ഉണ്ട്, വീൽ ചെയറിലാണ്. ഇതാ നമ്മളെ പോലെ ഓടി നടന്നിരുന്ന ആളാണ്. ജോലിക്കിടയ്ക്ക് 10 വർഷം മുമ്പ് അപകടം സംഭവിച്ചപ്പോൾ നെഞ്ചിന് കീഴ്പോട്ട് സ്പൈനൽ കോഡിന് പ്രോബ്ലം ആയി വീഴ്ചയിൽ ശരീരം തളർന്നു പോയ നിക്സൺ പണ്ടത്തേനേക്കാൾ ഇപ്പോൾ സന്തോഷമാണ്. കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ആ മകൻ ജീവിതമാർഗങ്ങളെല്ലാം എന്നേക്കുമായിട്ട് അടഞ്ഞുപോയി. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഭയങ്കര ദൈവപരിപാലനയാണ്, ഓരോന്നും തക്ക സമയത്ത് ആവശ്യമായതെല്ലാം ആവശ്യമായ രീതിയിൽ ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. എന്തൊരു സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത്. ദൈവം വഴി നടത്തുന്നു എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് കുരിശുണ്ടെങ്കിലേ കിരീടമുള്ളൂ. കുരിശില്ലാത്ത, സഹനമില്ലാത്ത ആരും ഈ ലോകത്തിൽ ഇല്ല. ഇതാ ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ 46-ാമത്തെ വാക്യത്തിലെ, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 46-ാമത്തെ വാക്യം, അവിടെ വചനം എന്താ പറയുന്നത് നോക്കാം. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടി ഇരുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. ഇതാ എമൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് യേശു വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അതുകൊണ്ട് സഹനങ്ങൾ ഈ ജീവിതത്തിൽ അനുപേക്ഷണീയമാണ്, ഉപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. ഇതാ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള 1-ാം പ്രവചനം നടത്തിയപ്പോൾ ഈശോയെ അത്യധികമായിട്ട് സ്നേഹിക്കുന്ന പത്രോസ് കയറി നിന്ന് തടസ്സങ്ങൾ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? കർത്താവ് ഇതൊരിക്കലും അങ്ങേക്ക് സംഭവിക്കാതിരിക്കട്ടെ. കർത്താവ് ചാടിക്കയറി പറയുകയാണ്, മത്തായി 16:23, സാത്താനെ ദൂരെ പോ, നിന്റെ ചിന്ത ദൈവീകമല്ല. നമ്മുടെ ജീവിതത്തിൽ സുഖങ്ങൾ മാത്രം മതി, സന്തോഷം മാത്രം മതി, സഹനം വേണ്ട, കുരിശും വേണ്ട. ക്രിസ്തുവാനുകരണത്തിലെ 2-ാമത്തെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നീ സന്തോഷത്തോടെ, തോമസ് സെക്കൻഡ്സിന്റെ ഗ്രന്ഥമാണ്, ഡോൺ ബോസ്കോ പബ്ലിക്കേഷൻസ്, അതിൽ പറയുന്നത്, നീ സന്തോഷത്തോടെ കുരിശ് വഹിക്കുന്നെങ്കിൽ കുരിശ് നിന്നെ വഹിച്ചുകൊണ്ട് ലക്ഷ്യത്തിലെത്തിക്കും. നീ സന്തോഷത്തോടെ അല്ല കുരിശ് വഹിക്കുന്നതെങ്കിൽ മറ്റനേകം കുരിശുകൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഒരമ്മ തൻ്റെ കുഞ്ഞുമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത്. 10 വയസ്സുള്ള മകനാണ്. കരയുമ്പോൾ വിശക്കുമ്പോൾ മാത്രം കരയുമ്പോൾ മാത്രം വിശക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. ആ കരയുമ്പോൾ മാത്രം ജ്യൂസ് അടിച്ച് ഭക്ഷണങ്ങൾ വായിലേക്ക് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കും. അന്നേരം കരഞ്ഞുകൊണ്ട് ഇറക്കും. വിശപ്പ് അടങ്ങി കഴിയുമ്പോൾ അവൻ്റെ കരച്ചിൽ നിർത്തും. പിന്നെ 24 മണിക്കൂറും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖമാണ്. റോണി എന്നൊരു കുഞ്ഞിനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നത് ഓർക്കുകയാണ്. ഭർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നെ വേണ്ട, ഒന്നുകിൽ നിന്നെയും കുഞ്ഞിനും ഉപേക്ഷിക്കും, അല്ലെങ്കിൽ നീ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം എന്ന്. ആ സ്ത്രീ പറഞ്ഞ ഏതാണ്, ദൈവം ഇത്ര വിശ്വാസത്തോടെ എന്നെ ഏൽപ്പിച്ച ഈ സഹനം, നടക്കാൻ പോലും കഴിയാത്ത സെറിബ്രൽ പൾസി ബാധിച്ച, തല ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്ന, ശരീരം നിവർന്നു നിൽക്കാൻ കഴിവില്ലാത്ത ആ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് ആ അമ്മ പറഞ്ഞ ഇതാണ്, ഇതെനിക്ക് ദൈവം തന്ന സമ്മാനമല്ലേ ബ്രദറെ, ഇത് വേറെ ആർക്കും കൊടുക്കാതെ ദൈവം എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ എൻ്റെ സുഖജീവിതത്തിന് വേണ്ടി ഞാൻ ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചാലും ഈ കുഞ്ഞിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല, ഈ സഹനം ഞാൻ
തള്ളിക്കളയുകയില്ല. അപ്പോൾ നാശത്തിലൂടെ ചരിക്കുന്നവർക്ക്, സുഖവും സുഷുപ്തിയും അന്വേഷിക്കുന്നവർക്ക് കുരിശെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അലർജിയാണ്. ഈ ലോകത്തിലെ സുഖം മാത്രം തേടി ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവർക്ക്. കൊറിന്തോസുകാർക്ക് പൗലോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. എങ്ങനെ ആർക്കാണ് ഭോഷത്വം? ഈ ലോകത്തിലെ സുഖലോലുപതയും നാശത്തിന്റെ ലഹരിയുടെ കൂട്ടുകെട്ടിന്റെ മായാ സുഖങ്ങളിൽ നടക്കുന്നവർക്ക് ഒരു പള്ളി, ഒരു പ്രാർത്ഥന, ഒരു കുടുംബ പ്രാർത്ഥന, ഒരു കുരിശുവര, ഒരു കുമ്പസാരം എന്ന് പറയും. പ്രൈസലോ, ഹല്ലേലൂയ. അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് എല്ലാം ഇങ്ങനെ ത്രാസിൽ അളന്ന പോലെ അളന്നു നോക്കും. പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ വന്നല്ലോ, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന ചോദ്യം. പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രോ വന്നുള്ളൂ. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയാണ്. അപ്പോൾ കുരിശുണ്ടെങ്കിലേ കിരീടമുള്ളൂ. കുരിശും സഹനവും ദൈവത്തിന്റെ ശക്തിയാണ്. അത് നമ്മളെ മഹത്വത്തിലേക്ക് നയിക്കും. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ തിരുവചനം പഠിപ്പിക്കുന്നു, സ്വർണം അഗ്നിയിൽ ശോധന ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ തീച്ചുളയിൽ ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യരും. എനിക്കൊരു വീട്ടമ്മയെ അറിയാം. ഒരുപാട് വലിയ വിദ്യാഭ്യാസമോ പാണ്ഡിത്യമോ ഒന്നുമില്ല. ഇതാ വളരെ പ്രതീക്ഷയോടെ വിവാഹ ജീവിതത്തിലേക്ക് അവർ കടന്നു വന്നു. തകർന്ന് തരിപ്പണമായ ജീവിതമായിരുന്നു. പിന്നീട് ജീവിത പങ്കാളിയിൽ നിന്ന് ഒരുപാട് ഉപദ്രവങ്ങൾ സഹിക്കുമായിരുന്നു. ആട്ടിയിറക്കി വിടും, എന്നാലും വിട്ടുപോകൂല. കടിച്ചു തൂങ്ങിക്കിടന്നു. 3 മക്കളുമായിട്ട് പട്ടിണിയും പരിവട്ടവും ജീവിത പങ്കാളിയുടെ പീഡനവും മദ്യാസക്തിയും സാമ്പത്തിക തകർച്ചകളും കടബാധ്യതകളും അദ്ദേഹത്തിന് ലഭിച്ച അധിക്ഷേപവും ഇരട്ടപ്പേരുകളും ചീത്തവാക്കുകളും എല്ലാം കേട്ട് ജീവിച്ചു. അപ്പോഴെല്ലാം കരുണക്കൊന്ത ചൊല്ലി, ജപമാല ചൊല്ലി, കരഞ്ഞ് കണ്ണുനീരൊഴുക്കി പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചു. ആ മനുഷ്യന് വേണ്ടി കുർബാന ചൊല്ലിച്ചു പ്രാർത്ഥിച്ചു. വചനം വെച്ച് പ്രാർത്ഥിച്ചു. ഇതാ പരിശുദ്ധാത്മാവിനെ തന്നെ സമർപ്പിച്ച് ആ കുടുംബത്തെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. കുന്തിരിക്കൊക്കെ പുകച്ചു, പുത്തൻ വെള്ളമൊക്കെ വീട്ടിൽ തളിച്ചു. 1-2 വർഷമല്ല. ഇതാ അങ്ങനെ പ്രാർത്ഥിച്ച് അലച്ച് തല്ലി ഒരു ഭ്രാന്തിച്ചെ പോലെ പ്രാർത്ഥിച്ച് ആ മനുഷ്യനെ ഒരു പ്രാർത്ഥനക്കാരനാക്കി മാറ്റി. ഇങ്ങനെ ഇതാ ദൈവത്തിന്റെ കുരിശിൽ സഹനത്തിൽ ചേർന്ന് നിന്ന് മാറ്റിയെടുത്ത എത്രയോ ജീവിതം. ഇന്നലെ ഞാൻ ഒരാൾ പറഞ്ഞു, ബ്രദറെ ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോയുടെ ആ കുരിശോട് വിശുദ്ധ ഫ്രാൻസിസോട് ഈശോ സംസാരിക്കുന്ന ആ രംഗം ഇതാണ് കണ്ട. അപ്പോൾ അയാൾ പറഞ്ഞു, ബ്രദറെ എൻ്റെ പള്ളിയിലിട്ടിരിക്കുന്ന പേര് ഫ്രാൻസിസ് എന്നാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം വലിയൊരു സഹനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവരും വിളിക്കുന്ന പേര് ഇതാണ്, പക്ഷേ ഈശോ കാണിച്ചു തന്നത് വിശുദ്ധ ഫ്രാൻസിസ്. അപ്പോൾ ഫ്രാൻസിസ് ആരാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ പള്ളിയിലിട്ടിരിക്കുന്ന പേര് ഇതാണ്. അപ്പോൾ ഈശോ എല്ലാം കാണുന്നുണ്ട്. ഇതാ ഈ സഹനം ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്ക്, വിഷമിക്കേണ്ട. തീർച്ചയായിട്ടും അത്ഭുതകരമായ ദൈവിക ഇടപെടലുണ്ടാവും. അപ്പോൾ പ്രഭാഷകൻ 2:5 പറയുന്ന ഇതാണ്, സഹനത്തിന്റെ തീച്ചൂളയിൽ ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യർ. ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവരായതുകൊണ്ടല്ല സഹനം ഉണ്ടാവുന്നത്. ദൈവത്തിന് സ്വീകാര്യനായ കുടുംബനാഥനാണ് മകനെ നീ. ദൈവത്തിന് സ്വീകാരനായ കുടുംബനാഥയാണ് മകളെ നീ. ദൈവത്തിന് സ്വീകാരനായ മകനോ മകളോ ആണ്. അതുകൊണ്ടാണ് നിന്റെ കുടുംബത്തിൽ നിനക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ പതറിപ്പോകരുത്. ഇത് ദൈവത്തിൻ്റെ തിരുമനസ്സാണ്. ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. ദൈവത്തിൻ്റെ തിരുമനസ്സാണ്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകുന്നില്ല. യഥാർത്ഥമായിട്ട് ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടെ നിന്ന് നീക്കിക്കളയുന്നു, ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുന്നു. അതുകൊണ്ട് ഒരക്ഷരം മിണ്ടിപ്പോകരുത്. കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ് ഈ വെട്ടിയൊരുക്കലുകളെല്ലാം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വെട്ടിയൊരുക്കുന്ന അനുഭവം. മുന്തിരിച്ചെടി വെട്ടിയൊരുക്കും. ഇതാ മുന്തിരിച്ചെടിയുടെയും കൃഷിക്കാരൻ്റെ എല്ലാം ഉപമ പറഞ്ഞുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, എൻ്റെ പിതാവ് കൃഷിക്കാരനാണ്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങളതിലെ ശാഖകളുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി
വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ വെട്ടിയൊരുക്കൽ ഉണ്ടാകാം. അത് പ്രിയപ്പെട്ടവരുടെ വേർപാടാകാം, ആഞ്ഞു വളർത്തിയ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളിൽ നിന്നുള്ള വിപരീത അനുഭവമാകാം, ജീവിത പങ്കാളിയിൽ നിന്നുള്ള സഹനങ്ങളാകാം, രോഗങ്ങളോ തൊഴിൽ നഷ്ടമോ കടബാധ്യതയോ പ്രതീക്ഷകൾ തകർന്നു പോയ കണക്കൂട്ടലുകൾ തെറ്റിപ്പോയ അവസ്ഥ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു കണക്കൂട്ടലുകൾ തെറ്റിപ്പോയ ഒരു കുടുംബത്തിന്റെ കഥ. അവിടെ ഈശോയുണ്ട്, മാതാവുണ്ട്, എന്നിട്ടും കണക്കൂട്ടലുകൾ തെറ്റിപ്പോയി. എന്തിനു വേണ്ടിയാ? അത് ദൈവമഹത്വത്തിന് വേണ്ടിയാ. കാനായിലെ കുടുംബം വീഞ്ഞു തീർന്നു പോയി, നാണംകേടിലേക്ക് അവർ പോയപ്പോൾ ഇതാ അവർക്ക് വേണ്ടത് യോഹന്നാൻ 2:5 ഡു വാട്ട് എവർ ഹീ ടെൽസ് യു. പരിശുദ്ധ അമ്മ പറഞ്ഞു, അവൻ പറയുന്നത് പോലെ കുരിശിന്റെയും സഹനത്തിന്റെയും മധ്യേ നാം നിൽക്കുമ്പോൾ നമ്മൾ തനിച്ചാണെന്നല്ല. വിശുദ്ധ ഡോൺ ബോസ്കോ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്യുക, ബാക്കിയുള്ളത് ഈശോയും മാതാവും ഔസേപ്പിതാവും ചേർന്ന് നിങ്ങൾക്ക് ചെയ്തു തരും. അവരോട് സഹായം ചോദിക്കണം. അതുകൊണ്ട് ഞാൻ തനിച്ചാണ്, പഠിച്ചു മടുത്തു, ജോലിയെടുത്ത് മടുത്തു, ലോൺ അടച്ച് മടുത്തു എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കാതെ, കടം മേടിച്ച് കൊണ്ടിരിക്കാതെ, ഇതാ കടം മേടിച്ച് സമ്പന്നനാകാൻ നോക്കാതെ, ദൈവഹിതത്തിന് കുഞ്ഞ് നിന്റെ ജീവിതം വിട്ടുകൊടുക്ക്. ഇതാ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരും. ദൈവത്തിന് ഇനിയും പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. ഹെബ്രായ ലേഖനത്തിലെ 12-ാം അധ്യായത്തിലെ 5ഉം 6ഉം വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ വചനം പറയുന്നത് ഇപ്രകാരമാണ്. ഹെബ്രായർ 12:5-6 നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? എൻ്റെ മകനെ, കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകരുത്. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടിയാ? നശിച്ചു പോകാതെ അവർ പുരോഗതി നേടുന്നതിന് വേണ്ടി. നമ്മൾ പറയും നമ്മൾ കഷ്ടപ്പെടുന്നത് മുഴുവൻ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് എന്ന്. ഇതാ മക്കളെ തോന്നുമ്പഴി വിടുന്ന മാതാപിതാക്കളല്ല നമ്മൾ. അവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. എന്തിനു വേണ്ടിയാ? മാതാപിതാക്കളെക്കാൾ മെച്ചപ്പെട്ടവരായി, നന്മയുള്ളവരായി, അനുഗ്രഹമുള്ളവരായി, അഭിവൃദ്ധിയുള്ളവരായി അവർ തീരുന്നതിന് വേണ്ടി അവർക്ക് നമ്മൾ പരിശീലനങ്ങൾ കൊടുക്കും. വീണ്ടും ഹെബ്രായർ 10:36 പറയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആർക്ക്? നിങ്ങൾക്ക്, എനിക്ക്. എന്ത് വേണം? സഹനശക്തി വേണം. അവിചാരിതമായ ജീവിതത്തിൽ പലതും കടന്നു വരും, പല വഴിമുടക്കുകൾ ഉണ്ടാകാം, ഇല്ലാവചനങ്ങൾ പറഞ്ഞു വരുത്തിയേക്കാം. അപ്പോഴെല്ലാം ഇതാ ആ കുരിശിലേക്ക്, ആ രക്ഷകനിലേക്ക് നോക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഫിലിപ്പിയരുടെ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവനിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനെ പ്രതി സഹിക്കാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസി, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനി, ക്രിസ്തു പോയ അതേ വഴിയിൽ ക്രിസ്തുവിൻ്റെ സഹനം, കുരിശ് ഏറ്റെടുക്കുന്നവനായി തീരണം ക്രിസ്ത്യാനി. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ പീഡകളിലുള്ള പങ്ക് ഞാൻ ഇതാ ആ കുറവ് പരിഹരിച്ചുകൊണ്ട് ഞാൻ ഇതെല്ലാം ഏറ്റെടുക്കുന്നു. എന്താണ്? കൊളോസോസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പീഡനവും സഹനവും ഇല്ലാവചനവും കേട്ടിട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്ന് പറയും. പ്രൈസ് ദി ലോർഡ് പറഞ്ഞിട്ട് 20 പറയാൻ പറഞ്ഞാൽ എല്ലാവരും പറയും. പീഡനവും സഹനവും വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ദൈവം അറിയാതെ ഒന്നും ഉണ്ടായിട്ടില്ല, ഇല്ല അവന് പണി കിട്ടണം, കാണിച്ചു കൊടുക്കുക, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇത്രയും ധ്യാനം കൂടിയിട്ട് എനിക്ക് ഇങ്ങനെ വന്നല്ലോ എന്ന് പറയും. ഇവിടെ പറയുന്നത്, നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്കും നിങ്ങൾക്കും സുവിശേഷ ശുശ്രൂഷക്കാരനും അല്ലാത്തവനും സഹനങ്ങൾ ഉണ്ടാകും. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ ഓർക്കാം, ഇന്ന് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അനുദിന രക്തസാക്ഷിത്വമാണ്. അതുകൊണ്ട് മിണ്ടിപ്പോകരുത് ഒരക്ഷരം. എനിക്ക് എന്തിനു വന്നു, എന്നോട് അവരിങ്ങനെ ചെയ്തു, ഞാൻ സഹായിച്ചവർ തിരിഞ്ഞു കടിച്ചു. മിണ്ടിപ്പോകരുത് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസി, ക്രിസ്ത്യാനി. ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. 1-2 തിമോത്തി 3:12 പറയുന്നുണ്ട്. അവിടെ പറയുന്നത് എന്താണ്? ഇതാ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടുമെന്ന്. അതുകൊണ്ട് ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് ഈശോയ്ക്ക് ഉണ്ടായതുപോലെയുള്ള സഹനങ്ങൾ
ഉണ്ടാകും. യേശുവിനുണ്ടായ അതേ സഹനങ്ങൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. 2 തിമോത്തി 3:12 മറന്നു പോകരുത്. വീണ്ടും വീണ്ടും എഴുതി 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 പ്രാർത്ഥിക്കുക. ഈ 3 വചനങ്ങൾ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. 2 തിമോത്തി 3:12 യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. 2-ാമത്തെ വചനം 1 കൊറിന്തോസ് 10:13 മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഹല്ലേലൂയ. അതാണ് ദാവീദ് രാജാവ് തൻ്റെ കുഞ്ഞ് സുഖപ്പെടാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുക. പക്ഷെ കുഞ്ഞ് മരിച്ചുപോയി. എല്ലാവരും വിചാരിച്ചു ഈ കഥ കേട്ടാൽ ഇപ്പം തന്നെ ദാവീദ് ഒരു ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ പോയി മരിക്കുമെന്ന്. അവർ ചുണ്ടനക്കുന്നത് കണ്ടപ്പോഴേ എങ്ങനെ പറയും. ദാവീദാകട്ടെ എഴുന്നേറ്റ് ചാരത്തിൽ നിന്ന് ചാരം പൂശിയിരുന്നവൻ ചാരത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വൃത്തിയായി അവനവൻ ചെയ്യാനുള്ള അനുദിന ജോലികളിലേക്ക് വ്യാപിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, കുഞ്ഞ് രോഗിയായിരുന്നപ്പോൾ അങ്ങ് എത്ര അധീനനും അങ്ങ് എത്ര ശക്തമായി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും എല്ലാം ചെയ്തു. കുഞ്ഞു മരിച്ചെന്ന് കേട്ടപ്പോൾ അങ്ങ് വല്ല സാഹസവും കാണിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇതെങ്ങനെ സാധിച്ചു? അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നിട്ട്, ഇനി ഞാൻ ഉപവസിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഇത് ദൈവഹിതമാണ് എന്ന്. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ, പ്രിയ പങ്കാളിയുടെ വേർപാട്, മക്കളുടെ വേർപാട് സഹിക്കേണ്ടി വരുന്ന മാതാപിതാക്കളുണ്ട്. അല്ലെങ്കിൽ വിചാരിച്ച വഴികൾ അടഞ്ഞു പോയതോ. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ പറഞ്ഞ ഇതാണ്, രോഗിയായതിനേക്കാൾ വലിയ സങ്കടമാണ് വർഷങ്ങളായിട്ട് ആറ്റുനോറ്റ് അഭിവൃദ്ധിയിൽ കൊണ്ടുവന്ന ബിസിനസ്സിൽ ഒരു ഷർട്ട് പോലും ഇടാനില്ലാതിരുന്നവനെ എല്ലാം പഠിപ്പിച്ച്, സ്വന്തം ആയിട്ടെല്ലാം പഠിപ്പിച്ച്, ഭക്ഷണവും കൊടുത്ത്, നല്ല ശമ്പളവും കൊടുത്ത്, എല്ലാം പഠിപ്പിച്ച്, ഇടാൻ ഷർട്ട് പോലും ആദ്യമായിട്ട് കൊടുത്തത് വിളിച്ചു പറയുകയല്ല, എല്ലാ ബിസിനസ്സും തകിടം മറിച്ച് തട്ടിയെടുത്തു. ഇയാളുടെ രോഗം മൂർധന്യ അവസ്ഥയിലായപ്പോഴേക്കും ഒരു മനസാക്ഷിയും കാണാതെ ബിസിനസ് എല്ലാം കൈക്കലാക്കിയ അവസ്ഥ. ചില മാതാപിതാക്കളൊക്കെ പറയാറുണ്ട്, ഈ മകൻ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ഒരു കുഞ്ഞുനാളിൽ ബാല TV വന്ന് മരിക്കാൻ പോയതാണ്. ഉറക്കൊഴിഞ്ഞിരുന്ന് ഡോക്ടർമാർ പോലും ഉപേക്ഷ പറഞ്ഞിട്ട് കാത്തിരുന്ന് മാറി കൊണ്ട് നടന്ന് ഈ കുഞ്ഞൊരു ആസ്മ രോഗിയായിരുന്നു. അവൻ തന്നെ എനിക്കിട്ട് പണിതല്ലോ ബ്രദറേ എന്ന് പറയുന്നവരുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അവ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി 1 കൊറിന്തോസ് 10:13 കർത്താവ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ വിഷമിക്കുന്ന കാര്യത്തിലേക്ക് നോക്കി മനസ്സ് പതറാതെ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കൊണ്ടിരിക്കാതെ, ദൈവമേ ഈ വചനത്തിന്റെ അഭിഷേകത്താൽ ശക്തി തരുമെന്ന് പറഞ്ഞല്ലോ. പിടിച്ചു നിൽക്കാനുള്ള ശക്തി, കയറിപ്പോകാനുള്ള ശക്തി, അവരോട് ക്ഷമിക്കാനുള്ള ശക്തി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ശക്തി തരണേ എന്ന് ഒരു 33 പ്രാവശ്യം വീതം ഒരു മാസം എല്ലാ ദിവസവും പ്രാർത്ഥിച്ച്, വെറുപ്പൊക്കെ കളഞ്ഞ്, കുമ്പസാരിച്ച്, കുർബാനയൊക്കെ സ്വീകരിച്ച് എല്ലാ ദിവസവും അവർക്ക് വേണ്ടി കുർബാന കണ്ട് കാഴ്ചവെക്ക്. കഷ്ടത്തിലാക്കിയ നഷ്ടത്തിലാക്കിയ നിങ്ങളുടെ വഴികൾ തന്നെ തുറന്നു കിട്ടും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ജോബ് 5:17-18 3-ാമത്തെ വചനം, ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ്, സർവശക്തന്റെ ശാസനത്തെ അവഗണിക്കരുത്, അവിടുന്ന് മുറിവേൽപ്പിക്കും എന്നാൽ വെച്ച് കെട്ടും. ജോബ് 5:17-18 നോക്കുക, എത്ര മനോഹരമായ വചനങ്ങളാണ്. അവിടുന്ന് മുറിവേൽപ്പിക്കും എന്നാൽ വെച്ച് കെട്ടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇന്ന് കേട്ട വചനങ്ങൾ സ്വർണ്ണമഗ്നിയിൽ ശോധന ചെയ്യുന്നത് പോലെ കർത്താവ് എന്നെയും നിങ്ങളെ ശോധന ചെയ്യും. അതുകൊണ്ട് കുരിശ് സഹനം തന്നവരെ കുറിച്ച് പിറുപിറുക്കണ്ട, കുറ്റം പറയണ്ട, പരാതി പറയണ്ട, തിരിച്ച് പണി കൊടുക്കണ്ട. ദൈവം അറിയാതെ ഒന്നും ജീവിതത്തിൽ കടന്നു വരികയില്ല. കുരിശില്ലാത്ത ആരും ഈ ലോകത്തില്ല. ഈ ലോകത്തിലെ എല്ലാ സന്തോഷങ്ങൾക്കും കയറ്റിറക്കങ്ങളുണ്ട്. സഹനം കൂടാതെ ഈ ജീവിതം ജീവിച്ച് തീർത്തിട്ടുള്ള ആരുമില്ല. ഇങ്ങ് കുടില് മുതൽ കൊട്ടാരം വരെ, ഇങ്ങ് ഏറ്റവും സാധാരണക്കാരൻ മുതൽ മാർപ്പാപ്പ വരെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സഹനങ്ങളുണ്ട്. സഹനം നാശമായിട്ട് കാണാൻ സാത്താൻ പ്രേരിപ്പിക്കും. യേശു പത്രോസിനോട് പറഞ്ഞതുപോലെ, സാത്താനെ ദൂരെ പോ, സഹനത്തിനെതിരായി വരുന്ന ചിന്തകൾ ദൈവത്തിന് വിട്ടുകൊടുക്കാം. ദൈവം അറിയാതെ ഒന്നും ഉണ്ടാകത്തില്ല.
നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ ഈ പറഞ്ഞ കേട്ട വചനങ്ങൾ വെച്ച് ഈ നോയമ്പ് കാലത്ത് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ എൻ്റെ ജീവിതത്തിലെ കുരിശുകളെ സന്തോഷത്തോടെ സഹിക്കാൻ. ചിലർക്ക് ഭാര്യ കുരിശായിരിക്കാം, ചിലർക്ക് ഭർത്താവ് കുരിശായിരിക്കാം, ചിലർക്ക് മൊത്തം കുരിശായിരിക്കാം, ചിലർക്ക് മക്കൾ കുരിശായിരിക്കാം, ചിലർക്ക് ജോലി കുരിശായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് ശരീരത്തിലെ രോഗങ്ങൾ കുരിശായിരിക്കാം. അപ്പോൾ ആ സങ്കടങ്ങളിലേക്ക് നോക്കിയിരിക്കാതെ കുരിശിലെ രക്ഷകനിലേക്ക് നോക്കി യേശുവിൻ്റെ കുരിശ് രൂപത്തിന് മുമ്പിൽ നമുക്ക് ധ്യാനിക്കാം. എന്നിട്ട് വേദനകൾക്ക് കാരണമായവരെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ യേശയ്യാ 30:20-21 സന്ദേശമുണ്ട്. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നീ ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക. എൻ്റെ പ്രിയ ദൈവ പൈതലെ, കഴിഞ്ഞ നാളുകളെ ഓർത്ത് ഇപ്പോഴും കരഞ്ഞ് നശിച്ച ജീവിതം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, കഷ്ടത്തിലാക്കിയവരെ പ്രാഗിക്കൊണ്ടിരിക്കല്ലേ. ഇതാ കഷ്ടതയിൽ ചേർന്ന് നിൽക്കുന്ന, മറഞ്ഞിരിക്കുന്ന, കൂടെ നടക്കുന്ന, ഇതാണ് വഴി, ഇതിലേ പോവുക. ആ ദൈവസ്വരം ശ്രവിക്കാം. വേദനിപ്പിച്ചവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാം. അനുഗ്രഹിച്ച് ഇന്നു മുതൽ പ്രാർത്ഥിക്കാം. അവരിലും നിങ്ങളിലും പരിശുദ്ധാത്മാവ് നിറയും. സഹനം ഒരു അനുഗ്രഹമായി തീരും. ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്, ഒരു ദുഃഖവെള്ളി ഉണ്ടെങ്കിൽ ഒരു ഉയർപ്പ് ഞായറുണ്ട്. അങ്ങനെ ഉദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ഈ സഹനങ്ങളിലൂടെ രക്ഷകനായ യേശുവിനോടൊപ്പം നമുക്ക് കടന്നു വരാം. അതിനുള്ള കൃപ, അതാണ് ക്രിസ്ത്യാനിക്ക് വിശ്വാസിക്കുണ്ടാകേണ്ടത്. അതിനുവേണ്ടി, ശക്തിക്ക് വേണ്ടി നേരത്തെ പറഞ്ഞ ആ 3 വചനങ്ങളും വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.